നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ഏറെ ഹൃദയവേദനയോടെയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. വയനാട് ദുരന്തത്തിന് ശേഷം കേരള സർക്കാരിൻ്റെയും മലയാളികളുടെയും ഒറ്റക്കെട്ടായ പരിശ്രമം മൂലം ദുരന്തം ചമച്ചു തുപ്പിയ ഗ്രാമങ്ങൾ അതിവേഗം സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ചിറകുകളും നിറമാർന്ന സ്വപ്നങ്ങളുമായി വീണ്ടും എല്ലാ വിഷാദങ്ങളും മായ്ച്ചുകൊണ്ട് മറച്ചുകൊണ്ട് ഓണത്തുമ്പികൾ ഇണകളുമായി എത്തുന്ന ഈ മുഹൂർത്തത്തിലാണ് മലയാളികളുടെ മനസ്സിലേക്ക് ഒരു ഇടിവാൾ പതിപ്പിച്ചുകൊണ്ട് ആ വാർത്ത വന്നെത്തിയത്. വയനാട്ടിലെ മേപ്പാടിയിൽ ജെൻസൺ എന്ന യുവാവ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു. ആരായിരുന്നു ജെൻസൺ? വയനാട് ദുരന്തമുണ്ടായ നാളിൽ ആ അഭിശപ്ത ദുർദിനത്തിൽ കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ട്, വീടും സകലതും നഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിൽ ശേഷിച്ച ഒരേ ഒരു പെൺകുട്ടി, ശ്രുതി എന്നായിരുന്നു അവളുടെ പേര്. നാളെ എന്തെന്നറിയാതെ അപ്രതീക്ഷിതമായി എല്ലാം നഷ്ടപ്പെട്ട അനാഥത്വത്തിലേക്ക് പതിച്ച ഒരു പാവം പെൺകുട്ടി മലയാളികളുടെ മനസ്സിനെ അന്ന് ഏറെ വേദനിപ്പിച്ച, ഏറെ അസ്വസ്ഥമാക്കിയ, നൊമ്പരപ്പെടുത്തിയ ഒരു കഥയായിരുന്നു അവളുടെ. എന്നാൽ അവൾ വളരെ വർഷങ്ങളായി തൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന ജെൻസൺ എന്ന ഒരു യുവാവ് നാട്ടിലുണ്ടായിരുന്നു. അവരുടെ പ്രണയം ജാതിക്കും മതത്തിനും അതുപോലെയുള്ള എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറത്തായിരുന്നു. ഇരു വീട്ടുകാരും തമ്മിൽ അവരുടെ വിവാഹവും നിശ്ചയിച്ചിരുന്നു. കേവലം ബാഹ്യമായ ആകർഷണത്തിലോ അല്ലെങ്കിൽ മാംസനിബദ്ധമായിട്ടുള്ളതോ ആയ ഒരു പ്രണയമായിരുന്നില്ല അവരുടെ. ദുരന്തശേഷം അവന്റെ സൗഹൃദ വലയങ്ങളിലും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെയുള്ള സംഭാഷണങ്ങളിൽ അവൻ പറഞ്ഞിരുന്ന ചില വാചകങ്ങളുണ്ട്. ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഞാനും നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന വേവലാതിയായിരുന്നു അവന്. അവൻ ഒരുപാട് റിസ്ക്കുള്ള ജോലികളൊക്കെ ചെയ്യുന്നതാണ്. അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ് അവന്റെ സദാസമയവുമുള്ള നടപ്പ്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു തൊഴിലും അതുപോലെ വീടും ഇതെല്ലാം ഏറ്റവും അത്യാവശ്യമായി ഉണ്ടാവണമെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ആ വാർത്തയും കേരളത്തെ ഒരുപാട് സന്തോഷിപ്പിച്ചതാണ്. നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം മലയാളികൾ അവന്റെ ആ സംസാരം മുഴുവൻ കേട്ട് ഏറെ സന്തോഷിച്ചിരുന്നു, ആശ്വസിച്ചിരുന്നു. കാരണം ഇത്രയ്ക്ക് സ്നേഹസമ്പന്നനായ ഒരു യുവാവിനെയാണല്ലോ, അല്ലെങ്കിൽ ആ യുവാവും അവന്റെ കുടുംബവുമാണല്ലോ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസം മലയാളികൾക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ വാക്കുകൾ അറം പറ്റിയതുപോലെയായി. ഇന്നലെ അവനും ശ്രുതിയും അതുപോലെ അവന്റെ കുടുംബാംഗങ്ങളും എല്ലാം സഞ്ചരിച്ചിരുന്ന ഒരു കാറ് അപകടത്തിൽപ്പെടുകയും അതിൽ തലയ്ക്ക് പരിക്കേറ്റ് അവൻ മരണമടയുകയും ചെയ്തു. ശ്രുതി അപകടനില തരണം ചെയ്തെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. വളരെ ഹൃദയഭേദകമായ ഒരു ദൃശ്യമാണ്. അവനും അവന്റെ കുടുംബവും ആ പെൺകുട്ടിയെ അവരുടെ നെഞ്ചോട് ചേർത്തിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് മലയാളികൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടത്. കാരണം അവന്റെ ചേതനയേറ്റ ശരീരം ആ വീട്ടിലെത്തുമ്പോൾ അലമുറയിട്ട് കരഞ്ഞ ആ അമ്മ ആ അലമുറയിട്ടുള്ള കരച്ചിലിനിടയ്ക്കും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ ശ്രുതിമോളോട് എന്ത് പറയും എന്നായിരുന്നു അവർ ചോദിച്ചത്. മലയാളികൾ വളരെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി മാത്രമേ ആ ദൃശ്യങ്ങൾ ഇന്ന് കണ്ടിരിക്കാൻ സാധ്യതയുള്ളൂ.
വളരെ ഉത്തരവാദിത്വ ബോധവും മതങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു മനുഷ്യ സ്നേഹവും എല്ലാം ഉണ്ടായിരുന്ന സൽഗുണസമ്പന്നനായ ഒരു യുവാവ്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മഹാകവി കുമാരനാശാൻ പാടിയതുപോലെ നമുക്ക് ആശ്വസിക്കാനല്ലേ തരമുള്ളൂ. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമി മലരു വിസ്മൃതമാകുമിപ്പോൾ. എണ്ണീടുകാർക്കും ഇതു തൻഗതി സാധ്യമെന്ത്, കണ്ണീരിനാലവനി വാഴ്വുകിനാവു കഷ്ടം. നീ ഞങ്ങൾക്ക് മകനായിരുന്നോ അനുജനായിരുന്നോ എന്നൊന്നും അറിയില്ല, എങ്കിലും നിനക്ക് കണ്ണീർ പ്രണാമങ്ങൾ.